പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 5-ാം തീയതി വെള്ളിയാഴ്ച, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 14-ാം വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദേവന്മാരായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. ആവർത്തന പുസ്തകം മോശ തന്റെ നിര്യാണകാലം അടുത്തുകൊണ്ട് ദൈവിക ആലോചന അനുസരിച്ച് ഇസ്രയേൽ മൂപ്പന്മാരെയും ഗോത്രപിതാക്കന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ച് ദൈവത്തിന്റെ വലിയ പദ്ധതി ഇസ്രയേൽ ജനത്തോട് എങ്ങനെയായിരുന്നു, അവരുടെ ഓരോ വഴിത്താരകളും എന്തായിരുന്നുവെന്ന് അവരെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുക. അതെന്തിനാണ്? അത് നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും നാം കടന്നു വന്ന വഴി ഏതാണെന്നും നാം ആരുടെ മക്കളാണെന്നും അവരറിഞ്ഞിരിക്കത്തക്കവണ്ണം പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് ഇസ്രായേൽ ജനത്തിൽ കൂടെ വേണ്ടി നൽകിയ 10 കൽപ്പനകൾ ആവർത്തിക്കുന്നു. അത് കഴിഞ്ഞ് 6-ാം അധ്യായത്തിൽ നിങ്ങൾ എവിടെ ചെന്ന് പാർത്താലും എങ്ങനെ ആയിരിക്കണം, നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങൾ പാലിച്ചിരിക്കണം. അങ്ങനെ പാലിച്ചാൽ മാത്രമേ ദൈവം നിങ്ങളെ മാനിക്കുകയുള്ളൂ. നിങ്ങൾ കുഴിക്കാത്ത കിണറുകളിൽ നിന്നും പണിയാത്ത ഭവനങ്ങളിലും ഒക്കെയുള്ള നന്മകൾ പ്രാപിക്കുമ്പോൾ ദൈവത്തെ മറക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ 14-ാം വാക്യം വളരെ ശക്തമായി പറയുകയാണ്: ദൈവം നിങ്ങളോട് കോപിച്ച് നിങ്ങളെ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെല്ലുന്ന ദേശത്തും അതിന് ചുറ്റുമിരിക്കുന്ന അന്യ ദൈവങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. പ്രിയ ദൈവമക്കളെ, ദൈവജനത്തിന്, ഒരു വിശ്വാസിക്ക് വ്യവസ്ഥയുണ്ട്. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്, ജീവിക്കാൻ വ്യവസ്ഥയുണ്ട്, ദൈവിക പദ്ധതിക്ക് മുഴുവനും വ്യവസ്ഥയുണ്ട്. സാഹചര്യവും അവസ്ഥയും സമ്മർദ്ദങ്ങൾക്കും മേൽ ജീവിക്കേണ്ടവനല്ല ഒരു ദൈവ പൈതൽ. നമ്മുടെ ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. പറയുകയാണ്, ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മളെ ഛേദിച്ച് കളയാതിരിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തെ കോപിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ ദൈവം കോപിക്കുന്നത് ഏത് വിഷയത്തിലാണ്? ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിൽ ഉടനീളം ദൈവം അവരോട് കോപിക്കുകയും ദൈവം അവരെ ദണ്ഡിപ്പിക്കുകയും ചെയ്തതിന്റെ പരമപ്രധാനമായ കാരണം അന്യദൈവ ആരാധനയായിരുന്നു. പറയുന്നു, നിങ്ങൾക്ക് ചുറ്റും പലതുണ്ട്, നിങ്ങൾ ചെല്ലുന്ന ദേശത്തും പലതുണ്ട്, നിങ്ങൾ അതനുസരിക്കരുത്. എന്താര് ചെയ്താലും അതിന്റെ പിന്നാലെ പോകരുത്. അതൊരു ദൈവ പൈതലിന് അനുവദനീയമല്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം ഒരു കാര്യം ഓർക്കണം. ഇന്ന് സ്വർഗത്തിലെ ദൈവം എന്നോട് കോപിക്കുമോ? എന്നോട് കോപിക്കുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഞാൻ എൻ്റെ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കാതെ മറ്റു പലതിനും കൊടുത്തു എന്ന് പറയുമ്പോൾ അന്യാരാധന എന്നത് ആരും ഈ പ്രഭാതത്തിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തെക്കാൾ ഉപരിയായി, ദൈവവചനത്തിനേക്കാൾ ഉപരിയായി നാം ആർക്ക് എന്തിന് മുൻസ്ഥാനം കൊടുക്കുന്നോ അതെല്ലാം അന്യാരാധനയും വിഗ്രഹാർപ്പിതവും വിഗ്രഹാരാധനയുമാണ്. ചിലർക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി കൊലക്കളത്തിൽ ജീവൻ നൽകിയ മാനവലോകത്തിന്റെ രക്ഷകനായ യേശുവിനേക്കാൾ നിങ്ങളുടെ സഭയാണ് വലുത്. വേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ സഭയെക്കാട്ടിലും സഭയുടെ നാഥനും തലയുമാകുന്ന ക്രിസ്തുവാണ് വലുത് എന്നുള്ളത് മറന്നുപോകുന്നു. അതുകൊണ്ടാണ് കർത്താവിന് വേണ്ടി മരിക്കുവാനും ത്യാഗം സഹിപ്പാനും നമുക്ക് തയ്യാറല്ല. പക്ഷെ സഭയ്ക്ക് വേണ്ടി മരിക്കാനും കൊല്ലാനും കേസ് നടത്താനും മുൻപിലാണ്. കർത്താവിനേക്കാൾ ഉപരിയായി സൗന്ദര്യം, ജോലി, മക്കൾ, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അങ്ങനെ പോകുന്നു പട്ടികയുടെ നീളം. നിങ്ങൾ എന്തിനാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്? അതെല്ലാം ദൈവകോപത്തിന് ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിനേക്കാൾ ഉപരിയായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, പരിഗണിക്കുന്നുവെങ്കിൽ, അത് നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും വചനം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. അതിനപ്പുറത്തുള്ളത് മുഴുവനും അന്യാരാധനയും വിഗ്രഹാരാധനയുമാണ്. ഇന്ന് പകൽ ഓർക്കണം, ഞാൻ സംസാരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെട്ടവരോടുള്ള ബന്ധത്തിലാണ്. വളരെ ഗൗരവമായി നാം ഈ നാളുകളിൽ വചനം പഠിക്കേണ്ടിയിരിക്കുന്നു. പിശാച് നമ്മളെ വല്ലാതെ കോട്ടിമാട്ടിക്കളഞ്ഞിരിക്കുന്നു. കർത്താവിനേക്കാൾ ഉപരിയായി ആരെങ്കിലും എന്തിനെങ്കിലും ആർക്കെങ്കിലും സ്ഥാനം നൽകുന്നുവെങ്കിൽ, മുൻ പരിഗണന നൽകുന്നുവെങ്കിൽ ഇന്നത് മാറ്റണം. കർത്താവ് നമ്മളോട് കോപിക്കും. അതുകൊണ്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അവര് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തെന്നും അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ പങ്കുചേർന്നതാണെന്നും ഒരു ന്യായവും ഉപന്യായവും ഈ കാര്യത്തിലില്ല എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ജാതികളുടേത് ദൈവമക്കൾ പാലിക്കരുത്, അത് നാം ശീലിക്കരുത്, അത് നമ്മുടെ ജീവിതത്തിലും ഭവനത്തിലും സഭയിലും കൊണ്ടുവരരുത്. ഇത് പാലിക്കാതെ വരുമ്പോൾ ദൈവം നമ്മോട് കോപിക്കുന്നു. ആ കോപം പല വിധങ്ങളിൽ നമ്മെ ബാധിക്കുന്നു. ഇതല്ലേ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയിലുടനീളം ഉണ്ടായത്? അവർ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങൾ മുഴുവനും അത് തന്നെയല്ലേ? ഇവിടെയാണ് നമ്മുടെയും അപാകത. ഈ സത്യം തിരിച്ചറിയുക. ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ മനംനൊന്ത് ഭാരപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് എന്നെ കേൾക്കുന്നുവോ? നിങ്ങൾ സ്വയം ശോധന ചെയ്യണം. ദൈവം എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണോ? ദൈവം എന്നോട് അകന്നിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ അതിന്റെ കാരണക്കാരൻ ദൈവമല്ല, ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്രതിസന്ധിയിൽ കൂടെ പോകുന്നത്. എല്ലാവരും കാണെ പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയാണ്, എല്ലാം ഉണ്ട്. കർത്തൃമേശ ഒരെണ്ണം പോലും വിടത്തില്ല. ഒരു കാര്യവുമില്ല. കർത്താവിന് ജീവിതത്തിൽ മുൻസ്ഥാനം
കർത്താവ് പ്രസാദിക്കുന്നില്ല. നമ്മുടെ സകലവിധ പുണ്യപ്രവൃത്തികളും കറപുരണ്ട തുണി പോലെയാണെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽ വചനസത്യം തിരിച്ചറിഞ്ഞ് വചനത്തിലേക്ക് മടങ്ങി വരാം. കുറവുകളെ ഏറ്റുപറയാം. സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോടുള്ള കോപം ശമിക്കട്ടെ. നമ്മെ ശിക്ഷിക്കുന്നതിന് പകരം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം ജീവജലത്തിന്റെ പ്രേക്ഷകരായ സകല പ്രിയപ്പെട്ടവരും ദൈവത്താൽ അനുഗ്രഹീതരായി തീരട്ടെ. നന്മയാലും ദൈവിക കൃപയാലും നിറയുന്നവരായി തീരട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്നെ ആരാധിപ്പാനായി സൃഷ്ടിച്ച് വിളിക്കപ്പെട്ട ജനം ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കാതെ അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ദൈവം ഞങ്ങളോട് കോപിക്കുമെന്നും ദൈവിക ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്നും ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തുവാനും അവ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് ദൈവിക കോപത്തിൽ നിന്നും ദൈവിക സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ഇന്ന് ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. ആ നിലയിൽ വചനമനുസരിച്ച് ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. സ്വർഗീയ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ പൊതിയണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, തമ്പുരാൻ നമ്മോട് കോപിക്കാതിരിക്കട്ടെ. തൊട്ടടുത്ത വാക്യം പറയുന്നുണ്ട്, അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. ആ ദൈവിക തീഷ്ണത നമ്മുടെ മേലൊരു കോപമായി ചൊരിയാതെ ഒരു പരിപാലനമായി, പരിരക്ഷയായി, ദൈവകൃപയായി ചൊരിയട്ടെ. അതിന് മറ്റ് യാതൊന്നിലും പെടാതെ ദൈവത്തിന് മാത്രം മുൻസ്ഥാനം കൊടുക്കുക. അങ്ങനെ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടികുളങ്ങി. ഗോഡ് ബ്ലെസ് യു ഓൾ.